നല്ല സൂപ്പർ മഴയാണല്ലോ. നമ്മള് വണ്ടി എടുത്തു കഴിഞ്ഞാൽ അപ്പൊ മഴ പെയ്യുവാണല്ലോ. ഇന്നും ഒരു മഴയ്ക്കുള്ള ലക്ഷണമുണ്ട്. നമ്മൾ AC ഫിറ്റ് ചെയ്ത വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. AC ഫിറ്റ് ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ വന്നിട്ട് വണ്ടി എടുത്ത് പോകാനുള്ള പരിപാടിയിലാണ്. യെസ്, നമ്മുടെ കിളി ഓൾറെഡി വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. AC ഒക്കെ ഓണാക്കി വെച്ചിരിക്കുകയാണ്. തണുപ്പ് വരുന്നുണ്ട് ഇപ്പോൾ? ഇപ്പോൾ ഇട്ടതല്ലേ ഉള്ളൂ. കാരണം ഇത് AC കിടന്ന വണ്ടിയിൽ പിന്നെ ആണെങ്കിൽ എളുപ്പമാവും. ഇതിപ്പോൾ ഇട്ടതല്ലേ ഉള്ളൂ, തണുപ്പായി വരത്തേ ഉള്ളൂ കേട്ടോ. നമ്മൾ 26 ഡിഗ്രിയിലാണ് ഇട്ടിരിക്കുന്നത്. നമ്മളിന്ന് വണ്ടിയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? എങ്ങനെയുണ്ട് നിന്റെ ബെഡ്? ഏതാ നടുക്കത്തെ ബെഡല്ലേ? ആതിരൊക്കെ കണ്ടോ? അതിനകത്ത് സിമ്പിളായിട്ട് നിൽക്കാം. ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലേ, ഇഷ്ടം പോലെ സ്പേസ് ഇട്ട് നിൽക്കാം. എനിക്ക് നിൽക്കാൻ പറ്റും കേട്ടോ. എൻ്റെ ഹൈറ്റ് ഏകദേശം എനിക്ക് തട്ടത്തൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ AC ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം സ്റ്റാർട്ട് ചെയ്യാനുള്ള എനർജി എപ്പോഴും ബാറ്ററി റിസർവ് ആയിരിക്കും, ഓട്ടോമാറ്റിക്കലി കട്ടാവുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. നിൻ്റെ സീറ്റ് ഇനി ഒന്ന് കിടന്ന് ഇവിടെ നോക്കാമല്ലോ എങ്ങനെയുണ്ടെന്ന് സ്പേസ്. നമ്മളിപ്പോൾ വണ്ടി എടുക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങോട്ട് കിടന്നു എന്നാലേ കിട്ടത്തുള്ളൂ. എനിക്കും നല്ലപോലെ ഇഷ്ടമല്ല. എൻ്റെ ഹൈറ്റിന് വരെ ഇത്രയും മതിയല്ലേ നിനക്ക്? ഇത്ര സ്പേസ് ബാക്കിയാണല്ലോ, ഒരുപാട് ബാക്കിയുണ്ട്. അടിപൊളി. മേളിൽ ഇനി കിടന്ന് നോക്കണം. മേളിൽ പൊക്കി വെച്ചിട്ട് നീ ഒന്ന് കയറി കിടന്നൊക്കെ നോക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിന്ന് പോകുന്നുള്ളൂ വണ്ടിയിൽ. അപ്പോൾ ആ ഗ്ലാസ്സൊക്കെ നമ്മുടെ നോക്കിയാൽ നല്ല വൃത്തിയായില്ലേ? എങ്ങനെ കിടന്ന ഗ്ലാസ് അറിയോ? ഇനി വെളിയിൽ നിന്ന് മാത്രം തുടച്ചാൽ മതി. കഴിഞ്ഞ ദിവസം എനിക്ക് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റില്ല, കാരണം വെളിച്ചം കുറവുണ്ടായിരുന്നു. അതെ, കഴിഞ്ഞ ദിവസമേ വെളിച്ചം കുറവായതുകൊണ്ടാണ് കേട്ടോ. ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല ഇരുന്നത്. ഇതെല്ലാം വൃത്തിയായതുകൊണ്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കി നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണൊരു അടിപൊളി ഒരു വണ്ടി ആയതുകൊണ്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കി സെറ്റപ്പായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഫാൻ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇളക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇത് തട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേറെ എവിടെയെങ്കിലും ഇലക്ട്രിക് സൈഡ് പോകുമ്പോൾ അത് ഈ സൈഡ് എവിടെയെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്യണം. നീ അതൊന്ന് പൊക്കി വെക്ക് നോക്കാമല്ലോ. ആ സീറ്റ് ഫ്രണ്ടിലോട്ടാക്ക്, എന്നിട്ട് കിടക്കാനുള്ള പരിപാടി നോക്കാം. ചുമ്മാ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ, എല്ലാം അറിയണ്ടേ. ആ ബാഗ് എടുത്ത് ഇവിടെ വെച്ചിട്ടേ ആ സീറ്റ് അവിടെ ഒരു ഇതുണ്ട് അറിയാമല്ലോ. അത് തന്നെ, അത്രേ ഉള്ളു കാര്യം. അതങ്ങനെ ആയിക്കോട്ടെ. ഇനി ഇവിടെ ഒരു കൂടെ സെറ്റപ്പ് ആയ നല്ല സ്പേസ് ആവുമല്ലോ അല്ലേ? ഇപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യമുള്ളൂ രണ്ടുപേർക്ക്. അതിങ്ങനെ മറിച്ചിട്ടാ മറിഞ്ഞു കിടക്കും. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ കുറച്ചും കൂടെ സ്പീഡിലാവുന്നു. അല്ല, സ്റ്റാർട്ടിങ്ങിലല്ല, അത് ബാറ്ററിയിലല്ലേ കൊടുത്തിരിക്കുന്നത്. തണുപ്പ് എത്തിയില്ല. നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കണം തണുപ്പിന്റെ കാര്യമൊക്കെ. അല്ല, നമ്മളിത് 26 ഡിഗ്രിയിൽ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ്. 26 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ വലിയ ഇതില്ല. അതൊരു 17, എനിക്ക് തോന്നുന്നു ആദ്യം നമ്മളൊരു 17 ഇട്ട് തണുത്തതിന് ശേഷം പിന്നെ 26 ആക്കിയാൽ മതി. എന്തായാലും നിനക്ക് നല്ലപോലെ കിടക്കാല്ലേ? അടിപൊളി. എന്നാ ഇറങ്ങിയിട്ട് അവിടെ സീറ്റിലിരുന്നോ. ഇപ്പൊ എനിക്കിവിടെ തണുപ്പ് വന്നിട്ടുണ്ട്. മേളിലോട്ടായിട്ടില്ല. ശരിയാട്ടാ, നീ പറഞ്ഞ ശരിയാ. ഞാൻ ഇവിടെ കൈ വെച്ച് നോക്കുമ്പോൾ മേളിലോട്ടായിട്ടില്ല. അപ്പൊ നമ്മൾ വണ്ടി എടുത്ത് പോവുകയാണ്. AC ഒക്കെ ഫിറ്റ് ചെയ്ത് ഇവിടെ നിന്നാണ് നമ്മൾ AC ഫിറ്റ് ചെയ്തത് കേട്ടോ. ഇവിടെ വളയ്ക്കാൻ തിരിക്കാനൊക്കെ പാടാണ്, ചെറിയ റോഡാണ് കേട്ടോ. അപ്പൊ ഇനി നേരെ പാലക്കാടായിട്ടാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. പാലക്കാട് പോയിട്ട് ഇപ്പൊ സമയം എത്ര അറിയോ? 4:45. 4:45 നമ്മള് ഇപ്പോഴത്തെ കാലാവസ്ഥ കണ്ടില്ലേ, ഇരുട്ടായ പോലെയാണ്. നമ്മൾ വന്ന ദിവസം എല്ലാം ഇവിടെ ഒരു മഴ വേഗം തന്നെയാണ്. ഇന്ന് മഴ പെയ്തില്ല, പക്ഷെ ഇരുട്ട് കണ്ടോ, ഇരുട്ട് മൂടി ഇരിക്കോ മഴ പെയ്യാനായിട്ട്. ഇവിടുന്ന് നമുക്ക് നേരെ എവിടെ പോകണം വെച്ചാൽ ഹൈവേയിലോട്ട് പോകണം. ലൈലാൻഡിന്റെ സ്റ്റിയറിംഗ് ആണ്
ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് എത്ര സിമ്പിൾ ആയിട്ട് വളഞ്ഞു വന്നല്ലേ. നമ്മുടെ കോളിസില്ലേ, കോളിസിന്റെ ഒരു ഫീലാണ്. കാരണം കോളിസ് അതേപോലെയാണ്, അതിന് പോകാനുള്ള വഴി മതി, അത് ഓടിക്കോളും. അതാണ് കോളിസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെയാണ്, അങ്ങനൊന്നും പറയാൻ പറ്റത്തില്ല. ചില സ്ഥലങ്ങളിൽ കിടന്ന് ടയർ കിടന്ന് കറങ്ങും. 12 വീലുള്ള വണ്ടിയല്ലേ. ആ ബെഡ് സെറ്റ് ഇതാക്കണം അല്ലേ. ആ ശരിയാണല്ലോ, അത് ടൈറ്റിൽ ഉണ്ടായിരുന്നതാണല്ലോ. ആ എന്തായാലും നമുക്ക് മെയിൻ റോഡിൽ പോയി നോക്കാം. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, AC തണുത്ത് വരുന്നുണ്ടല്ലേ. അത് ശരിയാണ്, കഴിഞ്ഞ വീട്ടിൽ ആരോ കമന്റ് ചെയ്തത് ഐശ്വര്യമാണെന്നാ പറയുന്നത് മഴ പെയ്യുന്നത്. വണ്ടി എടുക്കുമ്പോ എല്ലാം മഴ പെയ്യുന്നു. നമുക്ക് എന്തായാലും ഇനി ഹൈവേ പോയിട്ട് എടുക്കാം. നല്ല സൂപ്പർ മഴയാണല്ലോ. നമ്മള് വണ്ടി എടുത്തു കഴിഞ്ഞാൽ അപ്പൊ മഴ പെയ്യുവാണല്ലോ. AC എങ്ങനെ ഉണ്ടെന്നൊന്ന് ചെക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല, മഴ പെയ്യുക. പക്ഷെ 26 ഇട്ടിട്ട് വലിയ തണുപ്പില്ല. 26 തണുപ്പ് ഇതായിരിക്കുമല്ലോ, ടെമ്പറേച്ചർ കുറച്ച് നോക്കി. 22 ഒരു 19 കിടക്കട്ടെ. അപ്പൊ നമുക്ക് ഇന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പൊ നമ്മളിനി പോകുന്ന വഴിക്ക് നമുക്ക് ഡീസൽ അടിക്കണം. ഡീസലല്ല, ഡെഫ് അടിക്കണം. ഡെഫ് ആഡ് ബ്ലൂ അടിക്കണം. ആഡ് ബ്ലൂ ഇതിനകത്ത് പൈപ്പ് ഉണ്ടോന്ന് അറിയത്തില്ല കേട്ടോ. നമ്മള് ബക്കറ്റിൽ വാങ്ങിക്കുവാണെങ്കിൽ അങ്ങോട്ടൊക്കെ ഉള്ള സൈഡിലെല്ലാം കടകളുണ്ട്. ആഡ്ബ്ലൂന്റെ ആ റോഡ് സൈഡെല്ലാം ആഡ്ബ്ലൂന്റെ ഇതുണ്ട്. കാരണം പൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ മഴയത്ത് ഇപ്പൊ എങ്ങനെ നമ്മൾ ആഡ്ബ്ലൂ നിറയ്ക്കാനാ? എന്നാലും കുഴപ്പമില്ല. ഇപ്പൊ ഇതിനകത്ത് ഉണ്ട്, അത്ര തീരെ കുറവൊന്നുമില്ല. എന്നാലും അടിക്കണം. മഴ തോർന്നിട്ട് അടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഒഴിക്കണമെങ്കിൽ വെളിയിൽ ഇറങ്ങിപ്പോയല്ലേ പറ്റത്തുള്ളൂ. കടക്കാർ ഒഴിച്ചൊന്നും തരത്തില്ല. അപ്പൊ നമ്മൾ ഹെവി വണ്ടിയുമായി പാലക്കാട്ടേക്ക്. നിനക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ നല്ല വൃത്തിയായില്ല ഇന്നലത്തെ കാളും. ഇപ്പൊ നല്ല വൃത്തിയായി. സ്മെല്ലൊക്കെ ഒരുവിധം പോയി. അത് ഈ അന്നേരം കഴിക്കിട്ട് മാത്രമല്ലേ ഉള്ളായിരുന്നു. പിന്നെ വെയിലൊക്കെ കൊണ്ടുപോയിട്ടേക്ക് ശരിയായിരുന്നു. ആ സ്മെല്ലൊക്കെ പോയി. പിന്നെ മറ്റേ കാട് പോലെ കിടക്കുമായിരുന്നു ഇതിനകം. അതെല്ലാം ഇപ്പൊ വൃത്തിയായി. അടിപൊളിയായി. എങ്ങനെ കിടന്ന അകമൊക്കെ. അതെ. ഇനി നമുക്കിതാ നല്ല മഴ ആസ്വദിച്ച് മഴയത്തൊക്കെ ഇങ്ങനെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വേറെ ഫീലാണ്. അതും നമ്മുടെ വികാരമായ ലൈലൻഡ് ഓടിച്ചോണ്ട് പോവാന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തെ ഫീലാണ് കേട്ടോ. എന്നാ എന്തായാലും പൊളിയാണ്. നമുക്ക് ഇപ്പൊ എത്രയായി സമയം? 5 മണി. ഇവിടെ നിന്നൊരു നമുക്കൊരു 2 മണിക്കൂർ വേണം നമുക്ക് പാലക്കാടേക്ക്. നമ്മൾ പയ്യെ പോകുന്നുള്ളൂ. നമുക്ക് ഞാൻ പറയില്ല, ഈ വണ്ടിയായിട്ടൊക്കെ ഒരു മാച്ച് ആവണല്ലോ. അതുവരെ നമ്മൾ വണ്ടിയെ സൂക്ഷിച്ചും കണ്ടൊക്കെ ഓടിക്കണം. ഒരു ടോപ്പ് ഗിയറിൽ ഒരു 50 സ്പീഡിൽ പോയി 60 വരെ പോകത്തുള്ളൂ. ഒരു 50 സ്പീഡിൽ പോകും. 50 പോയാലാണ് കറക്റ്റ് മൈലേജ് കിട്ടും. ഇതെന്തെന്നറിയോ? പശുവല്ല, പോത്തിനെ കൊണ്ടുവരുന്ന വണ്ടിയാണ്. അതെങ്ങനെ പെർമിറ്റ് കൊടുക്കുമെന്ന് എനിക്കറിയാൻ പറ്റുന്നത്. കാരണം അതിന് ഇത്ര ബാക്കിലോട്ട് അറിയോ അതിന്റെ ബോഡി ചേസ് ഇരിക്കുന്നത്. വള്ളം പോലെ ഇങ്ങനെ വളഞ്ഞായിരിക്കുന്നത് ബാക്ക് വശം. അത് നമ്മുടെ കേരളത്തിലൊന്നും പെർമിഷൻ കൊടുക്കത്തില്ല. തമിഴ്നാട് വണ്ടിയെ കണ്ടിട്ടുള്ളൂ. കേരളത്തിൽ ഒരു വണ്ടിയോ അങ്ങനെ ഒരു വണ്ടി കണ്ടിട്ടില്ല. ഇവിടെ കൊടുക്കത്തില്ല, ഉറപ്പാണത്. പിന്നെ നമ്മൾ അന്ന് പോയ സമയത്തെ കേരള വണ്ടികളെ കണ്ടിട്ടില്ല അങ്ങോട്ടൊന്നും അല്ലേ. കേരള വണ്ടി വളരെ കുറവാണ്. ഇവിടെ എല്ലാം കണ്ടോ ഫുൾ കണ്ടെയ്നർ വണ്ടി. എന്താ സംഭവം അറിയോ? ഇവിടെ ഇത് ടയറിന്റെ കടയുണ്ട്. അപ്പോളോ ടയറെല്ലാം കൊണ്ടുപോകുന്നത് കണ്ടെയ്നറിനകത്താണ്. ഓപ്പൺ വണ്ടിക്കകത്ത് കൊണ്ടുപോകത്തില്ല. കാരണം സേഫ്റ്റിയെ വളരെ ഇമ്പോർട്ടന്റ് അല്ലേ. കാരണം എത്ര വിലയുടെ സാധനമാണ് ടയർ എന്ന് പറയുന്നത്. ഈ വണ്ടിയുടെ ഒക്കെ ഒരു ടയറിന് 10-25,000 രൂപ ഉണ്ട് വില, ഒരു ടയറിന്. അപ്പൊ അതിന്റെ 12 ടയർ മാറണമെങ്കിലേ നല്ലൊരു എമൗണ്ട് ആവും. 12 ഒരുമിച്ച് മാറത്തില്ല, 1/1 മാറുന്നത്. ചിലപ്പോ 4 2 ആയിട്ട് മാറുന്നേ. അത് ഫുൾ ലോഡാണല്ലോ, വണ്ടി വലിയുന്നില്ല. നമ്മൾ ഇനി ഓവർടേക്ക് ചെയ്ത് പോകേണ്ടി വരും. വലതുകൂടെ പോയിക്കൂടെന്നാണ്, പക്ഷെ ഓവർടേക്ക് ചെയ്യുമ്പോൾ വലത് കയറിയാലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഇതിന്റെ പുറകെ പോകേണ്ടി വരും. നമ്മളിനി ഇതുപോലെ ലോഡായിട്ടാ പോകേണ്ടത്. അല്ല, ഹൈവേയില് കുഴപ്പമില്ല. എന്നാലും നമുക്കൊരു 50 സ്പീഡ് കൂട്ടിയാൽ മതി. 50 സ്പീഡിൽ പോയാൽ മണിക്കൂറിൽ നമ്മൾ കൂടി പോയാൽ ഒരു 40 കിലോമീറ്റർ അല്ലെങ്കിൽ 50 കിലോമീറ്റർ. 40 കൂട്ടിയേ 40 കിലോമീറ്റർ മാക്സിമം കവർ ചെയ്യും. 40-45 കിലോമീറ്റർ കവർ ചെയ്യായിരിക്കും. അപ്പോൾ ഒരു 10 മണിക്കൂർ ഒരു ദിവസം 450, 12 മണിക്കൂർ ഓടുവാണെങ്കിൽ ഒരു 500-10 കിലോമീറ്റർ ഡെയിലി കവർ ചെയ്യാം ഒറ്റയ്ക്ക് ഓടുവാണെങ്കിൽ. പിന്നെ ഡബിൾ ഡ്രൈവർ ആണെങ്കിൽ ഫുള്ള് രാവും പകലും എല്ലാം ഓടാം. നമ്മളിപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സ്പ്രസ് ലോഡൊന്നും പിടിക്കുന്നില്ല. നമ്മൾ നോർമൽ ആയിട്ടുള്ള ലോഡാണ് പിടിക്കുന്നത് കേട്ടോ.
AC മസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഞാൻ മെയിൻ ചെയ്യാന്ന് വെച്ചാൽ ആദ്യമേ ഞാൻ ഒരു കാര്യത്തിൽ സമ്മതിക്കണം കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ട്രിപ്പ് പോയ സമയത്തുണ്ടല്ലോ, ചൂടെന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി ചൂടാണ്. അവിടെ നമ്മൾ കമ്പനിയിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ പെണ്ണുങ്ങൾ വെളിയിൽ ഇറങ്ങാൻ പാടില്ല, വണ്ടിക്കകത്ത് തന്നെ ഇരിക്കണം, പുറത്തോട്ട് പോയിക്കൂടാ പെണ്ണുങ്ങൾ. അങ്ങനെ ഞങ്ങൾ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുക. വണ്ടിക്കകത്ത് വെച്ചാൽ ഫുള്ള് വെയിലടിക്കും. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ പഴുത്ത്, ഞാൻ പിന്നെ ഇടയ്ക്കൊന്ന് പുറത്തോട്. അവസാനം ഞങ്ങൾ എന്താ പറയുക, പിന്നെ തണുത്ത മിനറൽ വാട്ടർ മേടിച്ചിട്ട് ദേഹത്തോട്ട് ഒഴിക്കുമായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ചുകൊണ്ട് അത്രയ്ക്ക് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇച്ചിരി കംഫർട്ടബിൾ ആയിട്ട് വണ്ടിക്കകത്ത് തന്നെ ഈ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര. ഇതിപ്പോ കുഴപ്പമില്ല, വെയിറ്റിംഗ് സമയത്ത് നമുക്ക് AC ഇട്ട് ഇരിക്കാമല്ലോ. അത് തന്നെയല്ല, ഈ കമ്പനികളൊക്കെ വരുന്നതും ഈ പറഞ്ഞ പോലെ മരങ്ങളും ഒന്നും ഇല്ലാതെ കുറെ പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും ഇങ്ങനെ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുമ്പോ. ഇപ്പൊ ഇനിയിപ്പോ എത്ര നേരം വേണേലും വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഇത് പിന്നെ പറഞ്ഞിരിക്കുന്ന വെച്ചാൽ നമ്മള് വണ്ടി ഓഫ് ആകത്തില്ല, ആ ഒരു ഗുണമുണ്ട്. ബാറ്ററി തീരുന്നതിന് മുമ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള ബാറ്ററി എപ്പോഴും കാണും. കട്ട് ഓഫ് ആവും, AC കട്ട് ഓഫ് ആവും. റണ്ണിങ്ങിലാണെങ്കിൽ നമുക്ക് നല്ല തണുപ്പ് കൂട്ടിയിട്ട് പോവാം, ഒരു കുഴപ്പമില്ല. കാരണം ചാർജ് കയറിക്കൊണ്ടിരിക്കുമല്ലേ, ടർബോ മോഡ് ഇട്ടിട്ട് അങ്ങ് പോയാൽ മതി. അല്ലാത്ത സമയത്താണ് നമ്മൾ ഇതിടേണ്ടത്, സ്ലീപ്പ് മോഡ്. രാത്രി സമയത്ത് നമ്മൾ സ്ലീപ്പ് മോഡ്. നല്ല സുഖം കേട്ടോ, നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇങ്ങനെ ഈ മഴയത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോണ്ടല്ലോ നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പുറത്തുള്ള സൗണ്ടും കാര്യങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. ഓണൊക്കെ അടിച്ച് അറിയാൻ പറ്റും. AC ഇട്ട് ഗ്ലാസ് അടിച്ചെന്ന് പറഞ്ഞ വലിയ സീൻ. പിന്നെ ഇതിനകത്ത് നല്ല വെളിച്ചം, അവിടെ ഇവിടെ എല്ലാം ഗ്ലാസ് ഉള്ളതുകൊണ്ട് നല്ല വെളിച്ചമുണ്ട്. ഇപ്പൊ ആ പോകുന്ന ഈ കമ്പനി അല്ലാത്ത ബോഡിയുള്ള വണ്ടികളില്ല നമുക്ക്, അതിന്റെ അകമൊക്കെ എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു സുഖമില്ല, കാണത്തില്ല. കമ്പനി ബോഡി തന്നെയാണ് നല്ല സുഖം. ഹിന്ദിക്കാരൊക്കെ വരുന്ന വണ്ടി ഉണ്ടല്ലോ, അതിനകത്ത് ഒന്നും കാണത്തില്ല. അതിന്റെ ഇവിടെ ഇച്ചിരി ഒരു വട്ടം മാത്രമേ കാണത്തുള്ളൂ, ബാക്കി ഫുള്ള് സ്റ്റിക്കർ അതെല്ലാം ഒട്ടിച്ച്. അഥവാ ഒരു ജനൽ ഉണ്ടേ തന്നെ അത് ഫുള്ള് ഗ്രില്ല് വിടും. അത് ഈ നോർത്തിലൊക്കെ ഉള്ള വണ്ടിയാണ്, രാജസ്ഥാൻ. അതിനകത്ത് കാറ്റ് പോലും കേറത്തില്ല. അവര് എങ്ങനെ അതിനകത്ത് ഇവിടെ തുറക്കാനൊക്കെ പറ്റും, ഗ്ലാസിന്റെ ഇടയിലൊക്കെ തുറന്നിട്ടൊക്കെ വെച്ചിട്ട് പോകുന്നതാണ്. ചിലവരാണ് ഈ ഡോർ തുറന്നിട്ട് ഓടിക്കുന്നതാണ് പോകുന്ന വഴിക്കൊക്കെ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പോകുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മള് ലോഡ് തുടങ്ങിയില്ലല്ലോ. ഇനിയിപ്പോ നമ്മള് പരിപാടി എന്തെന്ന് വെച്ചാൽ, നാളെ നമ്മള് വർക്ക്ഷോപ്പിലോട്ട് പോകുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ഈ അത്യാവശ്യം ബമ്പറും ബാക്കിലത്തെ, അതായത് നമ്മളെ തുറക്കുന്നില്ല, ബാക്കിൽ തുറക്കുന്നതും അവിടെയൊക്കെ ചളുങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊന്ന് റെഡിയാക്കണം. അത് JCB തള്ളി വിട്ടതാട്ടോ, അങ്ങനെ വളഞ്ഞതോ, ഇടിച്ചതൊന്നുമല്ല. അതായത് വണ്ടി നീങ്ങാത്ത സമയത്ത് JCB വന്ന് ഇങ്ങനെ ഒന്ന് ഒരു മുത്തം കൊടുത്തതാണ്, അപ്പോഴാണ് ഇത് വളഞ്ഞത് കേട്ടോ. അപ്പൊ അതിന് തട്ടി നോക്കണം. അത്രയൊക്കെ ഉള്ളൂ നമുക്ക് പരിപാടികൾ. അത് കഴിഞ്ഞ് നമ്മൾ ഓട്ടം തുടങ്ങും. നമ്മളെ വണ്ടി ഒന്ന് ഒതുക്കി കേട്ടോ, വേറെ ഒന്നുമല്ല. നമ്മളിപ്പോ പാലിയേക്കര ടോൾ പ്ലാസയിൽ വന്ന് നിൽക്കുവാണ്. നല്ല അടിപൊളി കിണ്ണം കാച്ച് മഴ പെയ്യുന്നു. ഒന്ന് കാണാൻ പോയല്ലേ, പുറത്ത് ഹെവി മഴ കേട്ടോ. ഭയങ്കര മഴ പെയ്യുന്നുണ്ട്. ഒതുക്കി വേറൊന്നുമല്ല, നമ്മളിതിന്റെ ടോള് റീചാർജ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ അതൊന്ന് റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. പിന്നെ വേറെ ഇത്രയും ഭയങ്കര മഴ പെയ്തപ്പോഴാണ് നമുക്ക് വേറൊരു പ്രശ്നം കൊണ്ട്, എന്തായാലും മഴ പെയ്ത കാര്യമല്ലേ, വേറെ പ്രശ്നം കൊണ്ട് അറിഞ്ഞിട്ടുണ്ടോ. ഇവിടുത്തെ വാട്ടർ ചാനലുണ്ടോ, ഈ വാട്ടർ ചാനലിന് ഫുള്ള് വെള്ളം ഇവിടെ വീഴുന്നുണ്ട്. ഡോർ ശരിക്കും അടയുന്നില്ല, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഡോറിന്. അപ്പൊ ഇപ്പൊ മഴ പെയ്തപ്പോഴാണ് അത് ശരിക്കും മനസ്സിലായത്. അപ്പൊ ഇതും കൂടെ രണ്ട് സൈഡിലുണ്ടോ, ആ സൈഡിലുണ്ട് ഈ സൈഡിലുണ്ട്. ഇത്ര ഹെവി മഴ പെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം വെള്ളം കയറും. ഭയങ്കര മഴയാണ് പെയ്തോണ്ടിരിക്കുന്നത്. നമ്മള് ചെറിയ മഴ ഓടി വന്നപ്പോ നമ്മളൊന്നും അറിഞ്ഞില്ല. പക്ഷെ ഇപ്പൊ ഇത്രയും മഴ പെയ്തപ്പോഴത്തേക്ക് ഒന്നുമില്ല. ഇതിന്റെ ബീഡിങ് ഇല്ല, ഈ ബീഡിങ് മാറേണ്ടി വരും ചിലപ്പോൾ, അല്ലെങ്കിൽ ബീഡിങ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ ഈ ഡോറ് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, ഈ ഡോറിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതും പ്രശ്നമാണ്. നമ്മളെ AC ഒക്കെ ആകുമ്പോഴേ അതും പ്രശ്നമാണ് കേട്ടോ. അപ്പൊ അതും ഒന്ന് നോക്കണം. അതിപ്പോ നമ്മൾ എന്തായാലും ഇതിന്റെ പണിക്ക് കൊണ്ടുപോകുന്നത്, അപ്പൊ അവിടെ നിന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ മഴ ആയതുകൊണ്ട് ഇനി കുറച്ച് നേരം ഇവിടെ നിർത്തിയിട്ട്, ഇത്രയും ഹെവി മഴയിൽ നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നില്ല. പോകുന്നില്ല പറഞ്ഞാൽ നമുക്ക് റീചാർജ് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. റീചാർജ് ചെയ്യാൻ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ റീചാർജ് ചെയ്തിട്ട് പോവാം. മഴ വെള്ളം വീഴുന്നൊരു പ്രശ്നമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. AC ഒക്കെ ഇപ്പൊ നല്ല തണുപ്പായി. നമ്മളിപ്പോ 24 ഇത്രയും വേണ്ട, ഇത് തണുക്കുന്നല്ലേ, നല്ല തണുപ്പുണ്ട്. വെളിയിൽ മഴയും കൂടെ ആയപ്പോഴത്തേക്ക് സ്ലീപ്പ് മോഡ് ഇട്ടാൽ മതി. അതാകുമ്പോ ചെറിയ തണുപ്പാണ്.
27 ഇട്ടാൽ അത് മതി. അപ്പോൾ അതിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വണ്ടി എടുത്ത് പോകാം. പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് വെച്ചാൽ നമ്മുടെ റേറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലായിരുന്നു. ഈ വീഡിയോ പറയാം. ഈ ഒരു ടോപ്പ് ബാറ്ററി AC വെക്കുന്നത് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ഈ സാധനത്തിൽ എന്ന് പറഞ്ഞാൽ 68,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. അത്രയും പൈസ കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് AC ഫിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് നന്ദി പറയേണ്ട സത്യം പറഞ്ഞാൽ സുരേഷ് ചേട്ടനാണ്, നമ്മുടെ വണ്ടി ഓണർ സുരേഷ് ചേട്ടനാണ് നന്ദി പറയുന്നത്. കാരണം പുള്ളി ഇത് വെച്ചതുകൊണ്ട് നമുക്കിത് പ്രയോജനപ്പെട്ടില്ല. അല്ലാതെ ചിലർ വെക്കത്തില്ല, ഇത്രയും പൈസ ചിലവാക്കിയൊന്നും വെക്കത്തില്ല. അതുപോലെ സത്യം പറഞ്ഞാൽ എല്ലാ വണ്ടിയിലും AC ഉണ്ടെങ്കിൽ ആ ഡ്രൈവർമാർക്ക് ജോലി ചെയ്യാനും ഒരു കംഫർട്ട് കിട്ടും, അല്ലെ? അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ് ഈ AC ഉള്ളത് കേട്ടോ. എന്നാൽ നമ്മൾ ഈ ചൂടത്തൊക്കെ പോയിട്ട് നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറയത്തുള്ളൂ. ഇപ്പം നമ്മുടെ നിലവിലുള്ള കണ്ടീഷനാണ് പറഞ്ഞത്. എന്തായാലും മഴ തോന്നുന്നു നമുക്ക് പോലെ. നീ കുറച്ച് കിടക്കുന്ന സ്ഥലം കിടക്കുന്നോണ്ട് കിടക്കാൻ തോന്നുന്നുണ്ടോ? ഇപ്പൊ അവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം, എല്ലായിടത്തും മാറി മാറി ഇരിക്കാം. ഞാൻ വെച്ച് കുറച്ചു നേരം മഴ തോന്നുന്നവരെ കഴിക്കാൻ, പക്ഷെ ഇവിടെ ഭയങ്കരമായിട്ട് അകത്ത് ചോരുന്നുണ്ട്. നമ്മൾ അങ്ങനെ ടോളിനകത്തോട്ട് കയറുകയാണ്. ഫസ്റ്റ് ടോളാണല്ലോ നമ്മളെ, അത് നമ്മളെ പാലിയൊക്കെ രാട്ടോ. പിന്നെ മഴയല്ലേ, ഈ പൊള്ളി മഴ. ഇന്നലെ മഴ തോന്നുന്നല്ല, ഇവിടെ ഷീറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ്. തോളിനപ്പുറത്ത് മഴ ഇപ്പുറത്ത് മഴയില്ലായിരിക്കും എന്നല്ല, മഴയുണ്ട്. അതുകൊണ്ട് അപ്പുറത്തോട്ടൊന്നും നല്ല മഴയാണ്. വൈപ്പർ കറക്റ്റ് പൊസിഷനിൽ തിരിച്ച് വീഴുന്നില്ല, അതുകൊണ്ടാണ് ഒരെണ്ണം താന്ന് ഒരെണ്ണം മുങ്ങി നിൽക്കുന്നത്. ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ 515 രൂപയായിരിക്കും മിക്കവാറും. 515 ഞാൻ നോക്കിയായിരുന്നു, വരപ്പോഴേ ഞാൻ നോക്കാറുണ്ട്. 515 ഇവിടുത്തെ ടോള് റേറ്റ് കേട്ടോ. ഇതിപ്പോൾ കാലി വണ്ടിയാണ്, കാലി വണ്ടിക്കൊക്കെ ഇച്ചിരി റേറ്റ് കുറയ്ക്കണം അല്ലേ? റേറ്റ് നോക്കിയിട്ട് അങ്ങനെ ആയിരുന്നേക്ക് ഉള്ളായിരുന്നു. ശരിയാണല്ലോ, ഒന്നും അറിഞ്ഞില്ലല്ലോ, പിടിച്ചില്ലേ ടോള്? അതെന്താ പറയാ, മഴ ആയതുകൊണ്ട് ആദ്യത്തെ ടോള് കടന്നിരിക്കുകയാണ്. നല്ല സൂപ്പർ മഴ കേട്ടോ. ഹെവി റെയിൻ എന്ന് പറഞ്ഞാൽ ഹെവി റെയിനിൽ നമ്മൾ ഹെവി ആയിട്ട് പോവാം. മഴയത്ത് നമ്മൾ നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വിസിബിലിറ്റിയൊക്കെ ഉണ്ട്. ലൈറ്റ് ഞാനിപ്പോൾ ഇട്ടിരിക്കുകയാണ്, ലൈറ്റും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഹൈവേയിലൊക്കെ പോകാണെങ്കിൽ ലൈറ്റ് ഒരു കുഴപ്പമില്ല. ആ ഒരെണ്ണല്ലേ ഉള്ളൂ കത്താത്തതുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഈ മഴയിൽ അതാ ഫ്രണ്ടിൽ പോകുന്ന ബൈക്കാരനെ പോലായിരുന്നു. ഞാനും മഴയത്ത് വിട്ടടിച്ച് പോയായിരുന്നു. ഇന്നലെ നമ്മൾ AC ഫിറ്റ് ചെയ്തില്ലേ, ഇന്നലെ നല്ല മഴയായിരുന്നു, മഴയായിരുന്നു. അവസാനം തീരെ ഓടിക്കാൻ പറ്റാതായിട്ടാണ് ഞാൻ ഒരു കടയിൽ നിർത്തിയത്. ഇന്നലെ ഞാൻ ബൈക്കിൽ പോകുമ്പോൾ എനിക്ക് ലോറി ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ ലോറിയുടെ ബാക്ക് ടയറിൽ ഇങ്ങനെ വെള്ളം ഭയങ്കരമായിട്ട് അടിക്കും. ബൈക്കിൽ പോകുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്ന് നമ്മൾ ലോറി പോകുന്നു, അപ്പോൾ നമ്മളെ ബൈക്കാരൻ്റെ അത് ചിന്തിക്കണം, നമ്മൾ പയ്യെ അതുകൊണ്ട് പോകുന്നതാണ്. പയ്യെ വേറെ കൊണ്ടല്ല, മഴയായതുകൊണ്ട് പയ്യാണ് പോകുന്നത്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, എല്ലാം കാണാം. പിന്നെ ഹൈവേ ആയതുകൊണ്ട് പ്രശ്നവുമില്ല. നല്ല മഴ, അത് വീഡിയോയിൽ കിട്ടുന്നുണ്ടോ ഈ മഴ? അറിയാൻ പറ്റുന്നുണ്ടോ? നമ്മളിപ്പോ എവിടെ എത്തി? കൃഷ്ണ മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ് ഏതെല്ലാമാണോ? തൃശ്ശൂരിന്റെ അടുത്ത് എത്താറായി തോന്നുന്നു. പാലയൊക്കെ കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരാണല്ലോ.
പോകേണ്ട ആവശ്യമില്ല. ബാക്കിലിരുന്ന് തെറിച്ച് വരുന്നുണ്ട് ഫ്രണ്ടിലോട്ട്. അപ്പുറ സൈഡ് നനഞ്ഞിരിക്കും, അതുകൊണ്ട് ആദ്യം അവിടെ ഇരിക്കും കേട്ടോ. മഴയും നല്ല ചൂടുള്ള തണുപ്പും. ഇവിടുന്നാണ് തോന്നുന്നു തൃശ്ശൂരോട് തിരിഞ്ഞു പോകുന്നല്ലേ? അതല്ലേ ആ റൂട്ടാന്ന് തോന്നുന്നു. രാത്രിയായിട്ട് ഒന്നും അറിയാൻ വയ്യ. തിരിഞ്ഞു പോണോ? നേരെ ഇല്ലേ പോന്നേ? അല്ല, തൃശ്ശൂർ ബൈപ്പാസ് ഹൈവേന്ന് തൃശ്ശൂർ ലെഫ്റ്റോട്ടല്ലേ പോകേണ്ടത്. ലെഫ്റ്റോട്ട് ഇച്ചിരി അധികം ദൂരമാണ് തൃശ്ശൂർ ടൗൺ ഇരിക്കുന്നത്. ടൗണും ബൈപ്പാസും തമ്മിൽ നല്ല ദൂരമുണ്ട്. പക്ഷെ നമ്മുടെ പാലക്കാട് ടൗണും ബൈപ്പാസും തമ്മിൽ വളരെ ചെറിയ ഡിസ്റ്റൻസ് ഉള്ളൂ. 1 കിലോമീറ്ററിന് അകത്തേ ഉള്ളൂ. അത്രേ കാണത്തുള്ളൂ. അതായത് KSRTC സ്റ്റാൻഡുമായിട്ട് ടൗണ് ഓൾമോസ്റ്റ് ബൈപ്പാസിന് അടുത്ത് തന്നെയാണ് പാലക്കാട് ടൗൺ തുടങ്ങുന്നത്. തൃശ്ശൂര് അങ്ങനെയല്ല. സമയം എത്രയായി? 7:30. മറ്റേ നമ്മളിപ്പോ കുതിരാന് ടണല് കയറുവാണ് കേട്ടോ. മഴയൊക്കെ ഭയങ്കര മഴ തോർന്നൊന്നുമില്ല. നമ്മള് തുടക്കത്തിൽ കാണിച്ച സമയത്തുള്ള മഴ തന്നെ ഇപ്പോഴും. ടണലിനകത്തൊക്കെ ബ്ലോക്കാന്ന് തോന്നല്ലോ. ശരിയാണല്ലോ. ടണലിനകത്തൊക്കെ പയ്യാണ് വണ്ടികളൊക്കെ പോകുന്നത് കേട്ടോ. കാരണം മഴയും കൂടെ ആയണ്ടേ. മെയിൻ കാര്യം തരുമോ, മഴയാകുമ്പോ മിക്കവാറും ബൈക്കിലൊക്കെ വരുന്ന ഒരുപാട് പേര് ഈ ടണലിന്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ ഒതുക്കി നിൽക്കും. അപ്പൊ വണ്ടികൾ സ്ലോ ആവും അവരെ ഉള്ളതുകൊണ്ടേ. കാരണം മഴ പെയ്യുമ്പോ ഇവിടെ ഒതുങ്ങി നിൽക്കും ആൾക്കാർ. ഞാൻ കണ്ടിട്ടുണ്ടത്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇതുവരെ ഇതിന്റെ പണി കഴിഞ്ഞില്ല. ഇപ്പൊ ഞാൻ ഇവിടെ ഇതിന്റെ അപ്പുറത്ത് ഒരു ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ ഞാൻ ചോദിച്ചായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു വെച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ തീരുമെന്നാണ് പറഞ്ഞത്. പറഞ്ഞിട്ട് ഇപ്പൊ 2 ദിവസമായുള്ളൂ. നോക്കാം നമുക്ക് ഒരാഴ്ച കൊണ്ട് തീരുമെന്ന്. ഒരാഴ്ചക്കുള്ളിൽ തുറക്കുമെന്തോ. ആ നമ്മൾ ഫസ്റ്റ് ടൈം ഈ വണ്ടിയിൽ കുതിര കയറുവാണ്. ഇനി കാശ്മീർ ടണൽ വരെ കയറാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേ? അത് പിന്നെ വലിയ ടണല്. കാശ്മീർ ടണലൊക്കെ ഹെവി ടണലല്ലേ? ഇവിടെ ബൈക്കാരൊന്നും ഇല്ലല്ലോ. സാധാരണ അങ്ങനെയാണ് ഒരു ബ്ലോക്ക് ആവുന്നത്. കണ്ടോ മഴ കണ്ടോ? കാണാമോ? വീഡിയോയിൽ ശരിക്കും അറിയാമെന്ന് പറ്റത്തില്ല. ടണലിന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴ. സത്യം പറഞ്ഞാൽ 2 ഗ്ലാസ് വലുതായിട്ട് കാണുന്നില്ല. പക്ഷെ നമ്മൾ പതുക്കെ പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ വളരെ പതുക്കെയാണ് പോകുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് നല്ല വ്യൂ കിട്ടുന്നുണ്ട്. നമ്മളെ സൈഡിലെ മിറർ വെള്ളം വീണ് അടഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ഈ സംഭവം അതെടുത്ത് മാറ്റണം. അത് ഏതാ ഇത് സംഭവം? ആ ഇതില്ലേ ഈ നമ്മളെ സൺബ്ലൈൻഡ്. ഇത് സാധനം കണ്ടോ? ഇത് താഴുന്നില്ല. അല്ല പക്ഷേ പൊങ്ങി നിൽക്കുന്നില്ല. ഇത് ഇങ്ങോട്ട് താഴോട്ട് വീഴും. അതുകൊണ്ട് അതൊരു ഇതാണ്. അത് നാളെ നീ നോക്കണം. എല്ലാം പകല് നോക്കാം. നമ്മളിപ്പോൾ ജസ്റ്റ് വണ്ടി പാലക്കാട് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനമായിട്ട് എല്ലാം ചെയ്യാം. ഞങ്ങൾ താമസിക്കുന്ന പാലക്കാടാണല്ലോ. ഇത് ഇവിടെ കിടക്കുമ്പോൾ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന് പോകുമ്പോഴത്തേക്ക് ഒന്നിനും സമയം കിട്ടത്തില്ല. ആകെ 1-2 മണിക്കൂറിനുള്ളിൽ എല്ലാം ചെയ്യേണ്ടി വരും. നാളെ തൊട്ട് നമുക്ക് സാവധാനം കാര്യങ്ങളെല്ലാം ചെയ്യാം. നമ്മളിപ്പം ആലത്തൂര് എത്തി കേട്ടോ. പാലക്കാട് ആലത്തൂര്. ഇവിടെ എന്തോ റോഡ് പണി കിടക്കണം. വണ്ടി കംപ്ലൈന്റ് ആയി കിടക്കും. വണ്ടി കംപ്ലൈന്റ് അല്ലേ? അതുകൊണ്ട് ഒരു വണ്ടി കംപ്ലൈന്റ് ആയി കിടക്കുക. സിഗ്നലിലാണ്. അപ്പൊ നമ്മൾ ആലത്തൂര് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് എത്തി തന്നെ പറയാം അല്ലേ? ഇത് കുറച്ച് ദൂരേ ഉള്ളൂ. കുതിരാൻ കയറി കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് എത്തിയെന്ന് പറയാം. അതെ അതെ. എന്ത് സുഖം അറിയാം ഇതിങ്ങനെ ഓടിക്കാൻ. എനിക്ക് ഭയങ്കര എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. നല്ല ഒരു ഫീലുണ്ട്. വണ്ടി നമ്മളിങ്ങനെ മെരുക്കി കൊണ്ടുപോകുന്ന ഒരു ഫീലാണിത്.
മറ്റേ ഇപ്പഴാ മറ്റേ വണ്ടി ഓടിക്കുന്നൊന്നും ആ ഒരു ഫീൽ ഇല്ല. അതൊക്കെ ഒരു കാർ ഓടിക്കുന്ന ഫീലേ ഉള്ളായിരുന്നു. പക്ഷെ ഇത് വേറെ ലെവൽ കേട്ടോ. ആ സൗണ്ടും മൊത്തത്തിൽ ആ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രസമുള്ള സൗണ്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ ഗിയറൊക്കെ ഡൗൺ ചെയ്തൊക്കെ എടുക്കുമ്പോൾ ആ ഒരു സൗണ്ടൊക്കെ കേൾക്കാൻ തന്നെ രസമാണ്. നല്ലൊരു ഫീലാണ്. ഇനി കുറച്ച് ദൂരം പോയിട്ട് നമ്മൾ വണ്ടി എവിടെയെങ്കിലും ഒതുക്കിയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയിട്ട് നാളെ രാവിലെയാണ് വർക്ക്ഷോപ്പിലോട്ട് പോകത്തുള്ളൂ. കാരണം നമ്മൾ ലേറ്റ് ആയിപ്പോയി. നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ വർക്ക്ഷോപ്പൊക്കെ അടച്ച് സമയം ഇത്ര ആയില്ലേ. ഇനിയിപ്പോൾ നാളെ രാവിലെ വന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാം. നീ എന്ത് പറയുന്നത്? അതുകൊണ്ട് അതിലൂടെ തൊലങ്ങും വിലങ്ങും അതിലൂടെ തകർത്ത് വീഡിയോ എടുക്കാം. അവിടെ ഇവിടെ എല്ലാം ഇരുന്ന് വീഡിയോ എടുക്കാൻ പറ്റും. അതുകൊണ്ട് പല ആംഗിളിൽ നിന്ന് എടുക്കാം. ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം, ഇവിടുന്ന് ഇങ്ങനെ. അവിടെ ഇപ്പൊ മഴവെള്ളം ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. സിഗ്നലായി. ഇപ്പോഴാ ഒന്ന് മഴ തോർന്നത്. ഇന്നോവ പോകുന്ന നോക്കി എതിലേ കൂടെ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെയാണല്ലോ പോകുന്നത്. കണ്ടത് ഇപ്പൊ ഓടിച്ച് വന്നപ്പോഴത്തേക്ക് വണ്ടിയായിട്ട് നല്ലൊരു ബന്ധമായി. ഇനി നമുക്ക് ഒരു ഫ്രീ ആയി. മറ്റേ നമ്മൾ ആ വണ്ടിയായിട്ടൊന്ന് ഞാൻ അടുത്തോണ്ടിരുന്നായിരുന്നു. ഇപ്പൊ ഞാൻ അടുത്ത്. ഇനി കുഴപ്പമൊന്നുമില്ല. വണ്ടി ഇണങ്ങിയല്ലേ? വണ്ടി ഇണങ്ങി. അത്രേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ കൂടുതലൊന്നും ഇടുന്നില്ല. നമ്മളെന്തായാലും നമ്മുടെ നാടെത്തി. നമ്മുടെ നാട് പാലക്കാടാണ് ഇപ്പം കറന്റ്ലി. അതുകൊണ്ട് നമ്മൾ പാലക്കാട് എത്താറായി. വണ്ടി ഒതുക്കിയിട്ട് വീട്ടിലോട്ട് പോകും അല്ലേ? ഇനി മഴയില്ലാതിരുന്നാൽ മതി. നമുക്ക് വണ്ടി അവിടെ നിർത്തിയിട്ട് നമ്മൾ അവിടെ നിന്ന് അടുത്താണ് വീട്. ഇന്ന് പകലൊന്നും ഇല്ലായിരുന്നു. എന്തായാലും നമ്മളെ വണ്ടി ആദ്യത്തെ ഇതുമാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇന്നാണ് നമ്മൾ കറക്റ്റായിട്ട് വണ്ടി നല്ലപോലെ എടുത്തത്. മറ്റേ കുറച്ച് ദൂരമല്ലേ ഓടിയുള്ളായിരുന്നു. ഇനിയിപ്പോ നമ്മൾ ആതിരയ്ക്ക് ലൈസൻസ് എടുക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട് അല്ലേ? അവർക്ക് ലൈസൻസ് എടുക്കണം. ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കണം. ഇപ്പൊ പിന്നെ ഈ പറഞ്ഞ ലൈസൻസ് കാര്യങ്ങളൊക്കെ ഒരു ഡിലേ ഉണ്ട്. മൊത്തത്തില് ഈ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ഒക്കെ ഒന്ന് നോർമൽ ആവട്ടെ. ഇപ്പൊ ഓക്കെ ആയി, എന്നാലും ഒന്ന് നോർമൽ ആയാലേ എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ വേറൊരു കാര്യം, ഇമ്പോർട്ടന്റ് ഒരു കാര്യം പറയാം. ഡ്രൈവിംഗ് സ്കൂളിൽ നീ പഠിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് പഠിക്കാൻ പോകുമ്പോ ആശാന്റെ അടുത്ത് പറയണം, ഞാൻ ചെരുപ്പ് ഇട്ടിട്ട് വണ്ടി ഓടിച്ചോളാന്ന് പറയണം കേട്ടോ. അല്ല, അവര് ചെരുപ്പ് ഊരിട്ട് ഓടാൻ പറയും. ചില ആശാന്മാര് ചെരുപ്പ് ഊരിയിട്ട് വണ്ടി ഓടിക്കാൻ പറയും. കാരണം ഞാൻ എന്റെ ലൈഫിൽ അനുഭവിച്ചൊരു കാര്യമാണ്. ഞാൻ 18 വയസ്സുള്ളപ്പോഴാണ് കേട്ടോ ആദ്യമായിട്ട് ലൈസൻസ് എടുക്കുന്നത്. അപ്പൊ നമ്മളെ മാരുതി 800-ലാണ് ആദ്യമായിട്ട് ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയാണ് ഓടിക്കുന്നത്. അപ്പൊ ആശാന്റെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞ് ഇതിൽ അമ്പലത്തിലൊക്കെ കയറുന്ന ചെരുപ്പ് ഊരി വെച്ചിട്ട് ദക്ഷിണയൊക്കെ തന്നിട്ട് ഓടിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ലൈസൻസ് എടുക്കുന്നത്. അപ്പൊ ഞാൻ ലൈസൻസ് എടുക്കുമ്പോൾ അല്ല ഇവര് ചെരുപ്പ് ഊരിയാണ് വണ്ടി ഓടിപ്പിക്കുന്നത്. പിന്നീട് വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ഈ ചെരുപ്പ് ഒരു ഭയങ്കര ബാധ്യതയായി മാറി. കാരണം ചെരുപ്പ് ഇട്ടിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. പിന്നെ അതെനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മാനസികമായിട്ടുള്ള ഒരു വിഷമം പോലെ. കാരണം നമ്മൾ ഷൂ ഒക്കെ ഇട്ടിട്ട് വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് ഇത് വലിയ ചടങ്ങായി. ഷൂ ഊരണം, എന്നിട്ട് ചെരുപ്പിടാതെ ഓടണം. പക്ഷെ ഞാൻ അന്ന് പഠിക്കാൻ പോയപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മൾ വീഡിയോ കാണുന്ന ഒത്തിരി പേർക്ക് ഉറപ്പായിട്ട് ആ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ചെരുപ്പ് ഇടാതെ ഓടിച്ച് പിന്നെ ചെരുപ്പ് ഇട്ടിട്ട് ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ ഞാൻ തന്നെ വിചാരിച്ചു ഇത് ശരിയാവുന്ന പരിപാടിയല്ല, ഈ രീതി മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞ് ഞാനങ്ങ് ഷൂ ഇട്ടിട്ടൊക്കെ ട്രൈ ചെയ്യാൻ തുടങ്ങി. ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം മറ്റേ രീതിയിൽ ഒത്തിരി ഓടിച്ചായിരുന്നു, ചെരുപ്പിടാതെ കുറേ നാൾ ഓടിച്ച്. അതിനുശേഷം പിന്നെ ഞാൻ തന്നെ തീരുമാനിച്ചത് മാറ്റിയെടുത്തേ പറ്റൂ. അങ്ങനെയാണ് പിന്നെ ഓടിച്ചാണ് മാറ്റിയെടുത്തത്. ഇപ്പോഴും മാറ്റിയെടുക്കാൻ പറ്റാത്ത ആൾക്കാരെ എനിക്കറിയാം കേട്ടോ. പേഴ്സണലി എനിക്കറിയാം. ഇപ്പോഴും ഷൂ ഇടുമ്പം ഊരിയിട്ട് ചെരുപ്പിടാതെ കാർ ഓടിക്കുന്ന ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലൊക്കെ ഇപ്പോഴും കാണും. അപ്പം ഞാൻ പറഞ്ഞ ഡ്രൈവിംഗ് സ്കൂളിൽ അവർ അങ്ങനെയൊക്കെ പറഞ്ഞാലും ചെരുപ്പിട്ടിട്ടേ ഓടിക്കാമെന്ന് പറഞ്ഞാൽ നീ കയറാവും കേട്ടോ. അത് മസ്റ്റാണ്. അല്ലെങ്കിൽ അത് പിന്നീട് ഒരു ബാധ്യതയായി മാറും, നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായി മാറും. ഓക്കെ, അപ്പോൾ എന്തായാലും സ്ഥലത്തിയല്ലോ അല്ലേ? സാറായി 12 ആവാറായി. അപ്പൊ നമ്മൾ ഇതാണ്ട് വണ്ടി ഓടിച്ച് വന്ന്
നമ്മൾ പാലക്കാട് എത്തി. വണ്ടി ഇവിടെ ഒരു സൈഡിലായിട്ട് ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. വേറെ വണ്ടികളൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ നമ്മൾ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ. നമ്മൾ വാടകയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്, അതൊക്കെ അറിയാമല്ലോ. എന്നാ പോവല്ലേ? അങ്ങനെ AC ഒക്കെ ഓഫ് ചെയ്ത് ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് വന്നോണ്ട്. പിന്നെ മഴയും കൂടെ ആയിരുന്നു. എന്നാൽ നമുക്ക് ചൂടത്തൊന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒക്കെ റിവ്യൂ നമ്മൾ പറയാം കേട്ടോ. ഇപ്പൊ ഈ AC എനിക്ക് മെയിൻ ആയിട്ട് ഒരു പോരായ്മയായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഇത് താഴോട്ടാണ് അടിക്കുന്നത്. അപ്പൊ താഴോട്ട് അടിക്കുന്നത് കൊണ്ട് നമുക്ക് മേളിൽ ഇപ്പൊ ആ ബെഡില്ല, ആ ബെഡുള്ള വണ്ടി ആയതുകൊണ്ട് മേളിൽ അത്ര തണുപ്പ് വരത്തില്ല. ബാക്കിയൊക്കെ ഓക്കെയാണ്. എന്നാലും നമുക്ക് വേറെ വീഡിയോകളിലൊക്കെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ട്. അങ്ങനെ കാണരുത്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാൻ എന്ന് പറഞ്ഞുകൊണ്ട് മനീഷും മാതിരിയും വീഡിയോ അതിൻ്റെ പേര് നാളെ നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത്യാവശ്യമൊക്കെ നമ്മൾ പെയിന്റ് ചെറുതായിട്ടൊക്കെ ചെയ്ത് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇനി വരുന്ന വീഡിയോയിലും ലോഡുമായിട്ട് പോകണം. അതാണ് നമ്മൾ പ്ലാൻ കേട്ടോ. അപ്പൊ അതൊക്കെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഗുഡ് നൈറ്റ്.